വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതോടെ മലപ്പുറം തിരൂരങ്ങാടിയിൽ ഇളനീർ പാർലർ അടപ്പിച്ചു. കൊക്കോ ഗ്രീൻ ഇളനീർ പാർലറാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അടപ്പിച്ചത്. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇത് എവിടെയാണ്, തിരൂരങ്ങാടിയിൽ എവിടെയാണ് ഈ കട? എന്നാണ് ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തിയത്? തിരൂരങ്ങാടിയിലെ ഇത്തരത്തിൽ നഗര മേഖലയിൽ തന്നെയുള്ള കടയാണ്. അതായത് ഈ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആരോഗ്യവകുപ്പും ഭക്ഷ്യവകുപ്പും ഒക്കെ ഇത്തരത്തിൽ പരിശോധന നടത്തി വരുന്നത്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇങ്ങനെ കടകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചത്. ഈ ഇളനീർ പാർലറായ കൊക്കോ ഗ്രീനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. അതിന്റെ പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് റീജിയണൽ ലാബിലെ പരിശോധനാ ഫലത്തിലാണ് ഈ ബാക്ടീരിയയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി കട അടപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്തൊക്കെ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും മുൻകരുതൽ നടപടികളും ഒക്കെ സ്വീകരിച്ചു വരുന്നതായി തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ മലപ്പുറം ജില്ലയിൽ മരിച്ച വ്യക്തിക്ക് ഷിഗല്ല സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആകെ 11 കേസുകളാണ് ജില്ലയിലുള്ളത് എന്നാണ് അധികൃതർ നൽകുന്ന ഒരു കണക്ക്. അത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുമുണ്ട്. ആര്യ, ശരി.